ട്രെയിൻ മിസ്സായിപ്പോയപ്പോൾ ലേറ്റ് ആയിപ്പോയതാ. റൂമിൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതൊന്ന് എടുക്കാൻ വന്നയാ. ആണോ? അമ്മ അമ്മയ്ക്ക് സുഖമാണോ? സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല മോളെ. വീട്ടിലെല്ലാവരും എന്ത് പറയുന്നു? ആ, എല്ലാവരും സുഖമായിരിക്കും. അമ്മ ഇവിടെ ഒറ്റയ്ക്കാണോ? വേറെ ആരും ഇല്ലേ? ഞാനും വിവേകും മാത്രമേ ഉള്ളല്ലോ ഇവിടെ. പിന്നെ അവൻ ഓഫീസിൽ പോയേക്കുക. ഇവിടെ ആരുമില്ല. കയറി വാ. ഇല്ല, ഞാനിവിടെ നിന്നോളാം, ഉള്ളിലോട്ട് വരുന്നില്ല. അമ്മ അലമാരയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതൊന്ന് എടുത്ത് തന്നാൽ മതി. വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയെന്ന് ചോദിച്ചാൽ എന്ത് സംഭവിക്കാനാ? വാ. അതല്ല, ഞാൻ ഉള്ളിലോട്ട് വന്നാൽ ശരിയാവില്ല. അമ്മ അതൊന്ന് എടുത്തു തന്നാൽ മതി, ഞാനിവിടെ നിന്നോളാം. പെട്ടെന്ന് തന്നാൽ മതി. 3-4 കൊല്ലം നീ താമസിച്ച വീടല്ലേ ഇത്? നീയും അവനും കൂടെ ജീവിച്ച റൂമൊക്കെയാണത്. പിന്നെ നിയമപ്രകാരം പിരിഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ ജീവിച്ച ഓർമ്മകളൊന്നും ഇല്ലാണ്ടാവില്ലല്ലോ. എന്നാലും ഒന്നും ആലോചിക്കാനില്ല. നീ ഉള്ളിലോട്ട് വാ. എന്നിട്ട് നിനക്ക് ആ റൂമിൽ കയറിയിട്ട് എന്താ എടുക്കാനുള്ളത് വെച്ച് എടുക്കാൻ നോക്ക്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ കിടന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റ് പോകുമ്പോൾ ആ പുതപ്പ് ഒന്ന് മടക്കി വെച്ച് എന്താ എല്ലാത്തിനും എൻ്റെ കൈ വേണമെന്ന് പറഞ്ഞാൽ ശേ, കഷ്ടാ. നോക്കി ഇത് കണ്ടോ ചീപ്പ്, മുടി ചീകിയിട്ട് അങ്ങോട്ട് ബെഡിലോട്ട് ഇടുക. ഒരു വൃത്തിയില്ല, ഞാൻ തന്നെ പുറകെ കിടക്കണം. എന്തൊരു അതിനെ പെട്ടെന്ന് ഞാൻ പഴയൊരു ഓർമ്മയില്ല. എത്രയൊക്കെ ആയാലും 3-4 കൊല്ലം അവൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ജീവിച്ചതല്ലേ. ചില ശീലങ്ങളൊന്നും അങ്ങനെ മറക്കത്തില്ല. എന്നാ വെള്ളം കുടി. നിനക്ക് ഇഷ്ടപ്പെട്ട പുതിനയിലിട്ട വെള്ളം അത്. ഞാനങ്ങനെ ചില കാര്യങ്ങളൊന്നും അങ്ങനെ മറന്നിട്ടില്ല. വിവേകേട്ടന് പഴയ ശീലങ്ങളൊന്നും മാറിയിട്ടില്ല അല്ലേ? പണ്ട് പുതപ്പ് മടക്കി വെക്കാത്തതിനും ഈ ബെഡിൽ ചീപ്പ് കൊണ്ടിടുന്നതിനൊക്കെ ഞാൻ ഒത്തിരി ചീത്ത പറയാറുണ്ട്. ഇപ്പോഴും ഒരു മാറ്റമില്ല. സാഹചര്യങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ, അല്ലാതെ അവൻ്റെ സ്വഭാവത്തിനോ ശീലങ്ങൾക്കോ അഹങ്കാരത്തിനോ ഒന്നിനും ഒരു മാറ്റവും വന്നിട്ടില്ല. ദേഷ്യത്തിന് വരെ അതൊക്കെ എല്ലാം അതേപോലെ ഉണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും വിവേകിൻ്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറേ സഹിച്ചു, കുറേ ക്ഷമിച്ച്, കുറേ ഉപദ്രവം സഹിച്ചു. മടുത്തായിരുന്നു. അന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു ഫാമിലി ഞാൻ കെട്ടി തൂങ്ങുമായിരുന്നു. അത്ര എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിന്നോട് പെരുമാറിയതിൽ എനിക്കും കുറ്റബോധമുണ്ട്. നീ അവൻ്റെ സ്വഭാവത്തിൻ്റെയും അവൻ ഉപദ്രവിക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മോനാണെന്ന് വിചാരിച്ച് അവനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ നീ പറഞ്ഞൊന്നും വിശ്വസിച്ചില്ല. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറേ സമയമെടുത്തു. ആദ്യമൊക്കെ വിവേകിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും, എന്തെങ്കിലും വർക്ക് പ്രഷറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പിന്നെ മനസ്സിലായി ഇത് ഉപദ്രവത്തിൽ ചെന്ന് അവസാനിക്കുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മരണത്തിൽ ചെന്ന് അവസാനിക്കുള്ളൂ. പിന്നെ തുടക്കത്തിലൊക്കെ കുത്തുവാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നു, വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവമായിരുന്നു. പിന്നെ പിന്നെ അടിയായി, ചോര വരുന്നവരടിക്കും. ചോര വന്നു കഴിയുമ്പോൾ വേട്ടന് മതിയാവും. ഇപ്പോഴതൊക്കെ ഓർക്കുമ്പോൾ നെഞ്ചി കിടന്ന് കഴിഞ്ഞത് കഴിഞ്ഞു. അവനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു വാക്ക് പോലും സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. സർട്ടിഫിക്കറ്റ് നോക്കിയെടുക്കാൻ നോക്കുക. അവൻ്റെ എടുത്ത് കളഞ്ഞോന്നും അറിയത്തില്ല. നോക്കിയെടുക്കാൻ നോക്കട്ടെ. ഞാൻ ഇറങ്ങാം കേട്ടോ. എല്ലാം കിട്ടിയോ? ആ, കിട്ടി. പിന്നെ അമ്മ ഇനി ഞാനിങ്ങോട്ട് വരവുണ്ടാവില്ല കേട്ടോ. എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞ? ഇടയ്ക്ക് എന്നെ കാണെങ്കിലും നിനക്ക് വന്നൂടെ? അമ്മ അത് പിന്നെ മോളെ, എനിക്കറിയാം നിനക്ക് വിവേകമുള്ളപ്പോൾ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അവനില്ലാത്ത സമയത്ത് വിളിക്കാം, അപ്പം നീ വന്നാൽ മതി. അമ്മ അതല്ല, എൻ്റെ കല്യാണം ഉറപ്പിച്ചു, രണ്ടാമത്തെ കല്യാണം. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മോനാണ്.
എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട് ആള്. ഞാൻ പറഞ്ഞിട്ട് തന്നെ വന്നേ. പുള്ളിയുടെ ഫസ്റ്റ് മാരേജ് ആണ്. പിന്നെ എൻ്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വീട്ടിൽ വന്ന് സംസാരിച്ചതാണ്. അങ്ങനെ ഉറപ്പിച്ചു. നീ സമ്മതിച്ചോ? നിനക്കിഷ്ടമായോ? ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മേ. പിന്നെ എത്രയൊക്കെ എന്നെ ഉപദ്രവിച്ചാലും തല്ലിയാലും ഒക്കെ വിവേകനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ആ ഒരു ഇഷ്ടത്തിന് പുറത്താ സഹിച്ച് ഞാൻ കുറേ കാലം നിന്നേ. പക്ഷെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒറ്റയ്ക്ക് കുറച്ച് നാൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ട് വേണമെന്ന് തോന്നി. പിന്നെ സമാധാനമുള്ളൊരു കുടുംബജീവിതം എനിക്ക് വിവേകൻ തന്നിട്ടില്ല. അതെന്താന്ന് പോലും എനിക്കറിയില്ല. ഇനിയെങ്കിലും ഞാനത് ആസ്വദിക്കട്ടെ. അത് ഞാൻ സമ്മതിച്ചു. നീ പറഞ്ഞ തന്നെ ശരി. ഇനിയെങ്കിലും മോള് ജീവിക്കേ. സത്യം പറഞ്ഞാൽ ഉള്ളപ്പോൾ ഒന്നിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറഞ്ഞത് ഇതാ. നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കും മോനും ഒക്കെ നിൻ്റെ വില മനസ്സിലായി. ഞാൻ പ്രാർത്ഥിക്കാം എനിക്ക് നല്ലതേ വരും. ശരി അമ്മ, എന്നാ ഞാൻ പോവാ. അമ്മ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കട്ടെ. ശരി.